ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ പപ്പയുള്ള പണ്ടത്തെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ആയിരുന്നു. ഇത് നമ്മൾ AI ഉപയോഗിച്ചിട്ട് റീക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇതൊരു മൂവിങ് ആയിട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്തത് കാണിച്ചു തരാം. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് runwayml.com എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് റൺവേ എന്ന് തന്നെയാണ്. ലൈക്ക് റൺവേ എന്നാണ്. അത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ലൈക്ക് ഒരു ഇൻ്റർഫേസാണ് വരിക. അതിൽ നമ്മൾ ട്രൈ റൺവേ എന്നുള്ളത് ടാപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ലോഗ് വിത്ത് ഗൂഗിൾ അതിൽ നമ്മുടെ ഇമെയിൽ വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് അതിൽ നമുക്ക് ഇതിൽ ഇൻറ്റു മാർക്ക് കൊടുക്കുക കേട്ടോ. അതിൽ നമ്മൾ പേ ചെയ്യേണ്ട. ഇൻറ്റു മാർക്ക് കൊടുത്താൽ നമുക്ക് ടെക്സ്റ്റ് ഇമേജ്/വീഡിയോ കൊടുത്താൽ നമുക്ക് വേണ്ട ഇമേജ് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാം. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമുക്ക് വേണ്ട ഇമേജ് അവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഞാനും എൻ്റെ പപ്പയും അമ്മയുള്ളൊരു ഓൾഡ് ഫോട്ടോ ആണ്. ലൈക്ക് ഇത് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ആ ഒരു ഫോട്ടോ മൂവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ ഞാൻ ചൂസ് ചെയ്തത് ഞങ്ങളുടെ ഒരു ഫോട്ടോ ആണ്. ആൻഡ് അത് കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് നമുക്കിവിടെ വരും. വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്ത് വരും. വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൻഡ് ഇനി വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ടോക്കിംഗ് എന്നായിരുന്നു. ബട്ട് ആക്ച്വലി ഇത് ടോക്കിംഗ് ഒന്നും അല്ലാട്ട് വന്നിട്ടില്ല എന്ന് ഞാൻ പറയാം. ലൈക്ക് ഇനി നമുക്ക് കുറച്ച് നേരം ഇത് എടുക്കും. ലൈക്ക് ക്രിയേറ്റ് ആയി വരാനായിട്ട് കുറച്ച് നേരം എടുക്കും. നമ്മൾ ഇൻ ക്യൂ എന്ന് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് വട്ടം ഒരു 3-4 വട്ടം ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസൽ എന്നിങ്ങനെ കാണിക്കും. ബട്ട് ടാപ്പ് ചെയ്ത് വിടാം. പിന്നെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു 3-4 വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനലി ഇതിങ്ങനെയൊക്കെ വന്നു. കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്കിത് മൂവ് ചെയ്യുന്ന പോലെ കാണാം. 48, 50, 65, 9, 18, 97 എത്തുമ്പോൾ കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് നമുക്കിത് വേഗം ഓപ്പൺ ആയിട്ട് വരും. ഓപ്പണായി വരുമ്പോൾ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ലൈക്ക് വി ആർ സ്മൈലിംഗ്. പപ്പ, അമ്മ, ഞങ്ങൾ സ്മൈൽ ചെയ്യുന്ന പോലെയാണ് കേട്ടോ. ക്രിയേറ്റ് ചെയ്തിട്ട് ആക്ച്വലി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ടോക്കിംഗ് എന്നാണ്. ബട്ട് ഒരു ചെറിയ സ്മൈൽ ഞങ്ങളുടെ ഫേസിലൊക്കെ കാണാൻ പറ്റുന്നില്ല. ലൈക്ക് ഞാൻ വായ പൂട്ടി എന്തോ ഒരു കോക്കറി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സ്മൈലാണ് വരുന്നത്. എൻ്റെ പപ്പ സ്മൈൽ ചെയ്യുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മച്ചിയുടെ ഒക്കെ ചെറിയൊരു സ്മൈൽ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഇളിച്ച് കാണിക്കേണ്ട പല്ല് മൊത്തം. പക്ഷേ വോട്ടെവർ ഞാൻ എൻ്റെ പപ്പനെ നോക്കുമ്പോൾ പപ്പയുടെ സ്മൈൽ അത് പപ്പയുടെ ഒറിജിനൽ സ്മൈലാണ് കേട്ടോ. ആൻഡ് അത് ഞാൻ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഷെയർ ഓപ്ഷനും എല്ലാം ഉണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ആൻഡ് നോക്കുമ്പോൾ നല്ല രസമില്ലേ കാണാനായിട്ട്. എൻ്റെ പപ്പ ഇങ്ങനെ സ്മൈൽ ചെയ്യണു. ആക്ച്വലി എൻ്റെ പപ്പ മരിച്ചിട്ട് 6 വർഷമായി. ഇപ്പോൾ എനിക്ക് 24 ആവാനായി. അപ്പോൾ ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഒരു ഫോട്ടോ ആണ്. സോ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് ശേഷവും ഞാൻ വേറെ വീഡിയോസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഫോട്ടോസൊക്കെ വെച്ച് ട്രൈ ചെയ്തെങ്കിലും ഈ ഒരു ഫോട്ടോ കണ്ട പോലത്തെ